നോമ്പ് പ്രത്യേകക്കാരുടെ നോമ്പ്. അങ്ങനെ 3 പദവിയിലാണ് നോമ്പുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമ്മ സൗമുൽ അവ്വാം, സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഫകഫുൽ ബത്നി വൽ ഫർജി അൻ ഖളാഇ ശഹവ, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അതുപോലെ മനുഷ്യന്റെ ആവശ്യമാണ് ഭാര്യ സമ്പർക്കം എന്നുള്ളത്. ഈ ആവശ്യങ്ങളെ തൊട്ട് തടഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് സാധാരണക്കാരുടെ നോമ്പ്. ഭക്ഷണം ആവശ്യമുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കുന്നില്ല, പക്ഷെ ഭാര്യ സമ്പർക്കം ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു നോമ്പ്. ഈ നോമ്പാണ് സാധാരണക്കാരുടെ നോമ്പ് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ പറയുന്നു, വഅമ്മാ സൗമുൽ ഖവ്വാസ്, ഖവ്വാസ് പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫസൗമു സ്വാലിഹീന, അത് സജ്ജനങ്ങളായ ആൾക്കാരുടെ നോമ്പാണ്. ഈ നോമ്പ് ലഭിക്കണമെങ്കിൽ റസൂൽ പറയുന്നു, വഹുവ കഫുൽ ജവാരിഹി അനിൽ ആദാം, തെറ്റുകുറ്റങ്ങളെ തൊട്ട് അവന്റെ എല്ലാ അവയവങ്ങളെയും അവൻ സൂക്ഷിക്കണം, തടഞ്ഞു നിൽക്കണം എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ തെറ്റുകുറ്റങ്ങളെ തൊട്ട് ഓരോ അവയവവും തടഞ്ഞു നിന്നുകൊണ്ട് അതിൽ ഇന്നത് തെറ്റാണ്, അതിൽ പോയിക്കൂടെ, തൊട്ടൂടെ, പോയിക്കൂടെ, നോയിക്കൂടെ, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ തൊട്ട് അവന്റെ അവയവങ്ങൾ തടഞ്ഞു നിൽക്കുക, അങ്ങനെയുള്ള നോമ്പ് അത് സ്വാലിഹീങ്ങളുടെ നോമ്പാണ്. നമ്മുടെ നോമ്പ് ആ വിധത്തിൽ പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫലാ യുതിമ്മു ദാലിക ഇല്ലാ ബി മുദാവമതി ഖംസത്ത് അശ്യാ, 5 കാര്യങ്ങൾ നിത്യമാക്കൽ കൊണ്ടല്ലാതെ ഈ നോമ്പ് നമുക്ക് കരഗതമാക്കാൻ വേണ്ടി കഴിയുകയില്ല. 5 കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം. എന്താണ്? ഒന്ന് അവ്വലു അൽ അവ്വലു വദ്ദുൽ ബസർ അൻ കുല്ലി മാ യദുമ്മു ശർഅ, ശർഅ നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളെ തൊട്ടും അവന്റെ കണ്ണിനെ അവൻ സൂക്ഷിക്കണം, ചിമ്മണം. ശർഅ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഹറാമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും അവന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ വേണ്ടി ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പ് നോറ്റിക്കൊണ്ട് നമുക്കത് അറിയാം, അത് ഹറാമാണ്, അത് നോക്കിക്കൂടാ, നോക്കാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ തൊട്ട് മാറി നിൽക്കണം. അങ്ങനെയുള്ള ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും വലിയ തെറ്റുകുറ്റങ്ങളുടെ രാജാവാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ എന്ന് പറയുന്നത്. ഇതുപോലത്തെ തെറ്റുകുറ്റം ഇന്ന് ലോകത്തന്നെ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. കാരണം എല്ലാ ഹറാമും അതിലുണ്ട്, എല്ലാ ഹറാമും. അതുകൊണ്ട് ആ കാര്യമാണ് ഏറ്റവും നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ യുഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശ്രദ്ധേയമായ മറ്റൊരു ഹദീസാണ്, യുംസഉ ഖൗമുൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്നും രൂപം മാറ്റപ്പെടും, ഫി ആഖിരി സമാനി, അവസാന കാലഘട്ടത്തിൽ, പന്നികളായിട്ടും കുരങ്ങന്മാരും പന്നികളുമായിട്ട് എന്റെ സമുദായത്തിലെ ആളെ രൂപം മാറ്റപ്പെടുന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി ദുആ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ആരും കുരങ്ങനും പന്നിയായിട്ട് രൂപം മാറാത്തത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരപ്പെട്ടതായ ഒരു വ്യക്തി മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ രൂപം പന്നിയുടെ രൂപമായി മാറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, എന്റെ ഉമ്മത്തിനെ ദുനിയാവിൽ വെച്ചിട്ട് ഇങ്ങനെ നീ കോലം മാറ്റണ്ടേ, അതുകൊണ്ടാണ് കോലം മാറാത്തത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ രൂപം മാറാത്തത്. പണ്ഡിതന്മാര് പറയുന്നു, രൂപമാറ്റം എന്നുള്ളത് അത് മിസ്കാത്തിന്റെ ശറഹിൽ പറയുന്നുണ്ട്. രൂപമാറ്റം എന്നുള്ളത് 2 വിധത്തിലുണ്ട്, മജാസി ആയിട്ടുണ്ട്, ഹഖീഖി ആയിട്ടുണ്ട്. മജാസി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ രൂപം മാറ്റുക. ഹഖീഖി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അതിന്റെ രൂപം മാറിക്കളയും, ഇത് സാധാരണ. അപ്പൊ ആ ഒരു രൂപത്തെ തൊട്ടാണ് ഹഖീഖിയായ രൂപം മാറ്റാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു. എന്നാൽ മജാസിയായ രൂപം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കുരങ്ങന്റെ സ്വഭാവം, പന്നികളുടെ സ്വഭാവം, ഇപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കും. ഒരു പന്നിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് അഴുക്കിലും പോയിട്ട് പിന്നെ മൂടുത്തുക എന്നുള്ളത്. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് മാറിയിട്ടുണ്ട്. അത് മോശമാണ്, അത് അഴുക്കാണ് എന്ന് മനസ്സിലാക്കി അതിൽ പോയി നമ്മൾ ചികിത്സ കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ അറിയുന്നതായ സ്വഭാവം.
ഈ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ സ്വഹാബാക്കൾ ചോദിച്ചു, ഇങ്ങനെ രൂപമാറ്റപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ആ മുസ്ലിമൂനഹും യാ റസൂലല്ലാഹ്, ഇവര് മുസ്ലിമീങ്ങൾ തന്നെയാണോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതെ, യശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി മുഹമ്മദുർ റസൂലുള്ളാഹ്, അവർ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും അംഗീകരിച്ചവർ തന്നെയാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, യത്തഖിദൂനൽ മആദിഫ, അവർ കളി വിനോദോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണവർ. വിനോദോപകരണം ഉപയോഗിക്കുന്നവരാണവർ. ഇന്ന് ഏറ്റവും വലിയ വിനോദോപകരണം എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു, വയശ്രിബൂനൽ അസ്ലിമ, അവർ പിന്നെ പാനീയങ്ങൾ കുടിക്കുന്നവരാണ്. പാനീയങ്ങൾ ഇന്ന് പല ബ്രാൻഡുകളായിട്ട് ഇങ്ങനെ മദ്യങ്ങൾ കുടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നഅൂദുബില്ലാ. എന്നിട്ട് റസൂൽ പറയുന്നു, ഫയബീതൂന അലാ ലഅബിഹിം വസ്റാബിഹിം, അവർ കുടിച്ച് കളിച്ച് പിന്നെ അവരുടെ ആ പാനീയത്തിന്റെ പേര് അങ്ങനെ അവരെ രാപ്പാക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടും. ഈ ബുദ്ധിപരമായിട്ട് അവരെ ആകെ മാറിയിട്ടുണ്ടാവും, സ്വഭാവം മാറിയിട്ടുണ്ടാവും. അവരുടെ പിന്നെ പന്നിയുടെ സ്വഭാവമായിരിക്കും, അതുപോലെ കുരങ്ങന്റെ സ്വഭാവമായിരിക്കും എന്ന് ഹബീബായ നബിയന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ എല്ലാ മോശമായ കാര്യങ്ങളെ തൊട്ടും നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത് അല്ലാഹു റസൂൽ പറഞ്ഞു, ഹിഫ്ളുൽ ലിസാനി അനിൽ ഗീബതി വൽ കദിബി വൻ നമീമ, അവന്റെ നാവിനെ ഗീബത്തിനെ തൊട്ടും കളവിനെ തൊട്ടും നമീമത്തിൽ ഏഷണയെ തൊട്ടും അതുപോലെ പരദൂഷണത്തെ തൊട്ടും അവന്റെ നാവിനെ സൂക്ഷിക്കണമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. വസാലിസു, മൂന്നാമത്തത്, വഖഫുൽ അദാനി അൻ സമാഇൽ കുല്ലി മാ യക്റഹു, എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടും അവന്റെ ചെവി അവൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാ വെറുക്കപ്പെടുന്ന മോശമായ കാര്യമാണ്, അത് കേൾക്കാതിരിക്കുക, അവിടെ നിന്ന് മാറിക്കളയുക. എന്നിട്ട് എന്നാലേ ഈ സ്വാലിഹികളുടെ നോമ്പിന്റെ ആ പദവിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. പിന്നെ റാബിയോ നാലാമത് പറയുന്നത്, കഫ് ജമീഇൽ അഅദാഇ അനിൽ മകാരി, എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടും അവന്റെ മുഴുവൻ അവയവങ്ങളെയും അവൻ തടഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. എന്നിട്ട് അല്ലാഹു റസൂൽ പറയുന്നു, വൽ ഖാമിസു അല്ലാ യസ്തക്സിറ മിനൽ ഹലാലി വഖ്തൽ ഇഫ്താരി, നോമ്പ് മുറിക്കുന്ന സമയത്ത് ഹലാലായ ഭക്ഷണം തന്നെയാണെങ്കിലും അത് അധികരിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളത്. അവന്റെ പള്ള നിറയുന്ന വിധത്തിൽ അങ്ങനെ അധികരിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു സൂക്ഷ്മതയോടുകൂടി പിന്നെ നോക്കുന്ന ആ നോമ്പ്, ആ വിധത്തിലുള്ള ഒരു നോമ്പാണ് സ്വാലിഹീങ്ങളുടെ നോമ്പ്. ആ നോമ്പിലേക്കെങ്കിലും നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി നമ്മുടെ ഓരോ അവയവങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു നോമ്പുകാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതായ വിധത്തിൽ നമ്മളെല്ലാ തെറ്റുകുറ്റങ്ങളും പകരം ചെയ്തുകൊണ്ട് ഒരു കേവലം നമ്മുടെ ഭക്ഷണം കഴിക്കുന്നില്ല, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ വികാര വിചാരങ്ങളെ ഒതുക്കി നിർത്തുന്ന ഒരു നോമ്പായി മാറാതെ പിന്നെ നമ്മുടെ ഈ സ്വാലിഹീങ്ങളുടെ നോമ്പിലേക്ക് നമ്മുടെ നോമ്പിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പ്രത്യേകക്കാരുടെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും അവൻ ചിന്തിക്കാതിരിക്കുക. അങ്ങനെ അത് നമുക്ക് ഏതായാലും സാധ്യമല്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരുടെ നോമ്പ്, ആ നോമ്പിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് എന്തായാലും കഴിയില്ല. അല്ലാഹ് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് പോയാൽ അവരുടെ നോമ്പ് ബാത്തിലാകും. ആ വീട്ടിലുള്ള നോമ്പ് നമുക്ക് എന്തായാലും സാധ്യമല്ല. നമുക്ക് വിചാരിച്ചാൽ സ്വാലിഹീങ്ങളായ ആ നോമ്പിന്റെ പദവിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സ്വാലിഹീങ്ങളുടെ നോമ്പിൽ നമ്മുടെ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് അല്ലാഹുവിന്റെ യഥാർത്ഥ മുത്തഖിയായി മുഖ്ലിസായി ജീവിക്കാനുള്ള എല്ലാവിധ തൗഫീഖും നമ്മുടെ അഹ്ലുകാർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.